BCK ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ വർഷത്തെ നേന്ത്രവാഴ കൃഷിയുടെ തുടക്കം മുതൽ അതിൻ്റെ പരിചരണവും അതിൻ്റെ വളർച്ചയുടെ ഭാഗവും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അന്ന് നട്ട ഏത്തവാഴകൾ മൊത്തം തന്നെ കുലച്ച് റെഡിയായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പാകമായത് 40-40% വിളഞ്ഞ് പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 40% താഴെ തന്നെ ഈ പരുവത്തിലാണിപ്പോൾ ഏത്തവാഴക്കൊലയെല്ലാം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം 4-5 വാഴ കൊലകളെല്ലാം പാകമായതെല്ലാം വെട്ടിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള വിത്തുകളെല്ലാം പിരിച്ചെടുക്കാൻ പോവുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ആ വിത്തെല്ലാം പിരിച്ചെടുത്തില്ലെങ്കിൽ ആ വിത്തിലേക്ക് വണ്ടുകളൊക്കെ കയറും. അതുകൊണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ വാഴവിത്തെല്ലാം നമ്മൾ പറിച്ചു മാറ്റി നടാൻ വേണ്ടി ഉപയോഗിക്കാം. അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഞാൻ ഈ കുറച്ച് മണ്ണ് വിത്ത് വിരിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ റൗണ്ടിൽ മണ്ണ് മൊത്തം ആദ്യത്തെ സ്റ്റെപ്പ് മാറ്റി വിടുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിത്തുകളെല്ലാം പറിച്ച് ഇട്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ ഈ വിത്തിൻ്റെ പരുവം ഈ രീതിയിലാണ്. ഇനി ഇതൊന്ന് ഒരുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വാഴവിത്തെല്ലാം പിരിച്ച് ഇട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊല വെട്ടിയ ഒരു 3-4 വാഴ ഉണ്ടായിരുന്നു. അതിൻ്റെ വിത്ത് പിരിച്ചിരിക്കുകയാണ്. ആവശ്യക്കാർക്ക് ഈ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഴവിത്ത് റെഡിയാക്കി തരാം. വാഴവിത്തൊന്നും കരിക്കേടില്ലാത്ത നല്ല സൂപ്പർ വിത്താണ്. നല്ല കൊലയും ഉള്ളതാണ്. അതിനാൽ വാഴവിത്ത് എല്ലാം റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.